ഡബ്ലിംഗ് മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ അറിയാം, നമുക്ക് മഴ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, കരുതലോട് കൂടി ഇരിക്കുക. മഴ മഴയാണല്ലോ, അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് എല്ലാവരും നല്ല സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ ഓൺലൈനിലൂടെ കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പ്രത്യേകം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനൽ കാണാൻ അവസരം കിട്ടുകയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് കമന്റ് ഒക്കെ തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലിനെ കുറിച്ച്, ഫുഡ്, പിഗ്രിമേജ്, മെയിൻലി കൃപാസനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ പിള്ളേരൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയതിന്റെ വിഷമമൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമ്മളെ. പ്രത്യേകിച്ച് IELTS, OIT ടെസ്റ്റുകൾ പോലുള്ള ടെസ്റ്റുകൾ ഒരുപാട് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയി, അല്ലെങ്കിൽ കൃപാസനം ഉടനടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പിള്ളേരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. സോ നമ്മുടെ കൃപാസന ഉടമ്പടി എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു എക്സാം ഒക്കെ എഴുതാനായിട്ട് പോയി നമ്മൾ ഫെയിൽ ആയിട്ട് വരുമ്പം ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം IELTS, TOEFL, PT ഒക്കെ പോലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, ലാംഗ്വേജ് ടെസ്റ്റുകൾ ഓഫ് കോഴ്സ് നമുക്കറിയാം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമുകളാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷകളാണ്. പാസ്സാവുക എന്നുള്ളത് നമുക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ് അല്ലേ. അപ്പം ദൈവത്തിനോട് കൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ കൃപാസന ഉടമ്പടിയൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേര് ശ്രമിക്കുന്നവരുണ്ട്. അത് ചില സമയങ്ങളിൽ ഫെയിൽ ആയിട്ട് പോകാറുണ്ട്. അപ്പൊ അത് ഒരുപാട് മാനസിക ടെൻഷൻസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരും ഉണ്ടാക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടെസ്റ്റുകൾ നമുക്കറിയാം നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ അതൊന്ന് എഴുതി അതൊന്ന് കവർ ചെയ്ത് കയറുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അത് നമ്മളൊരിക്കലും കൃപാസന ഉടമ്പടി ചെയ്തതിൽ തെറ്റുള്ളത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൃപാസന ഉടമ്പടിയിൽ നമ്മൾ നന്നായിട്ട് പോകാതിരുന്നുകൊണ്ടോ ഒന്നും ആണ് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ടെസ്റ്റുകൾ പാസ്സാവുന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ചലഞ്ചിങ് ആണ്. അപ്പൊ നമ്മൾ അത് റീച്ച് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിൽ കുറവുകൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നികത്തി നമ്മൾ ഇനിയും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ കൃപാസന ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകുക. പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. നമ്മൾ പരീക്ഷയിൽ തോറ്റുപോയി, അല്ലെങ്കിൽ പരീക്ഷയിൽ ഫെയിലായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രമം തുടരുക. ഇപ്പൊ നമ്മുടെ ടെസ്റ്റുകളിൽ നമുക്കറിയാം പല ഏരിയാസ് ഉണ്ട്. ഇപ്പൊ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഇച്ചിരി കൂടെ ബെസ്റ്റ് ആയിട്ട് ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് പരീക്ഷയിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും തുടർന്നുകൊണ്ട് പോവുക. ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ആകണം, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഫോർ ഇൻസ്റ്റൻസ് നമുക്കൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ പ്രോസസ്സിങ് ചെയ്ത് വിസ കിട്ടാൻ വേണ്ടി നമുക്ക് കുറെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പരീക്ഷ എഴുതി പാസ്സായി ആവുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് അത് നടക്കത്തുള്ളൂ. അപ്പം നമുക്കറിയാം ഒരുപാട് പേര് പരീക്ഷകൾ എഴുതി പാസ്സാവാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ട് വിജയിക്കാതിരുന്നിട്ട് വിജയിച്ചവരുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെ IELTSന്റെ പരീക്ഷ 10 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ചെന്നൈയിലാകുന്ന സമയത്ത്. പക്ഷെ കിട്ടിയില്ല. 11ാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ശ്രമം തുടരുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ ഒരു പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാതെ അല്ലെങ്കിൽ ഫെയിലായി കഴിയുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാതെ ഇനിയും ശ്രമം തുടരുക. അപ്പം ശ്രമം ഒരിക്കലും നമ്മൾ നിർത്തരുത്. ഉറപ്പായിട്ട് നമ്മൾ കുറേയും കൂടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും കുറവുകൾ നമുക്ക് ടെസ്റ്റിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറവ് കണ്ടുപിടിച്ച് അതിനകത്ത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും ശ്രമം തുടരുക. അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെയുള്ള നമ്മുടെ കൃപാസന ഉടമ്പടി പ്രാർത്ഥനകൾ ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മൾ തോറ്റുപോയെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോവുക. ഉടമ്പടി പുതുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കി അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫലം ഒരു പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പം ചില സമയങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് സമയം എടുത്തായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ ഗൾഫിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുള്ളിക്കാരി ഇതുപോലെ തന്നെ OET പരീക്ഷ ഒരുപാട് തവണ എഴുതി. അതോടൊപ്പം തന്നെ കോൺട്രാക്റ്റിൽ കുറേയധികം പ്രോബ്ലംസ് വന്നിട്ട് കുറേ വിഷമിച്ച് നമ്മുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, നല്ല കോൺഫിഡൻസ് ആയിട്ട് തുടരുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾക്ക് ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു. ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചാറ്റ് ചെയ്ത് കോൺഫിഡൻസ് കൊടുക്കുമായിരുന്നു.
അല്ലെങ്കിൽ എന്നുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരുപാട് പിള്ളേർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരാളായിരുന്നു അവർ. അപ്പോൾ ഫൈനലി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്ത് റൈറ്റിംഗ് ആണ് കിട്ടാതിരുന്ന വേണ്ടി വെയിറ്റ് ചെയ്ത് അതും കിട്ടി. ഇപ്പം ടെസ്റ്റ് എല്ലാം പാസ്സായി. അപ്പം നമുക്ക് നോക്കിക്കേ നമ്മുടെ ടൈം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ദൈവം നടത്തി തരും. ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു പ്രാവശ്യം തോറ്റുപോയി, 2 പ്രാവശ്യം തോറ്റുപോയി, 3 പ്രാവശ്യം തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ശ്രമം തുടരുക തന്നെ ചെയ്യുക. നമുക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ അയക്കുന്നവർ പ്രാർത്ഥനകളിലായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ ടെസ്റ്റിൽ നികത്തി മുന്നോട്ട് വരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം ഉണ്ടാവും. അപ്പോൾ കൃപാസന മാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു.